യേശുവിലെ പ്രിയരെ, യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നോമ്പിൻ്റെ പുതിയ ചൈതന്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന പുണ്യ ദിനങ്ങളാണല്ലോ. ഈ നോമ്പ് കാലത്തിലേക്കുള്ള നല്ല ദിവസങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. ഇന്ന് തിരുസഭ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനോഹരമായ രംഗമാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ധ്യാനിച്ച വചനത്തിൽ ഒടുവിലായി ഇങ്ങനെയാണ് എഴുതിയിരിക്കുക: ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം യേശുവിനെ വിശേഷിപ്പിച്ച നല്ല വചനം. ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് വിശേഷിപ്പിച്ച നാൾ മുതൽ യേശുവിനെ പിശാച് പരീക്ഷിച്ച് നശിപ്പിക്കാനായിട്ട് അവൻ്റെ പിറകെ നടന്നു. ആ ഒരു നശിപ്പിക്കാനായിട്ട് പിറകെ നടന്ന ഒരു രംഗമാണ് മരുഭൂമിയിലെ പരീക്ഷ. യേശുവിനെ നയിച്ചത് ആത്മാവാണ്, പരീക്ഷിക്കാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിശാചാണ്. അങ്ങനെ 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് അവൻ്റെ ചോദ്യപേപ്പർ പരീക്ഷയായിട്ട് മുമ്പോട്ട് വന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ നോമ്പ് പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്, ഈ നോമ്പ് കാലത്തിൽ തന്നെ നമുക്ക് ഒത്തിരി കൃപയുണ്ടാകും, അവിടെയൊക്കെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ജയിക്കാം. അതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഈ നോമ്പ് കാലം നമ്മളെ ഒരുക്കുകയാണ്. എന്താണ് അപ്പുറം? ഈ നോമ്പിനപ്പുറം നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ വിജയിക്കുന്നു എന്നതാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ നേടിയെടുക്കേണ്ട ആത്മാവിൻ്റെ ബലം. ഈശോ 40 ദിവസങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. അതൊന്നും ബൈബിളിൽ പറയുന്നില്ല. അവൻ നല്ല രീതിയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവൻ ഉപവസിച്ച് ആത്മാവ് കരുത്തുള്ളതാക്കി മാറ്റുകയായിരുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതുമായ പുണ്യം, ഒന്നാമത്തെ പുണ്യം ഇതാണ്: ഈ 50 ദിവസങ്ങൾ നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ 51-ാമത്തെ ദിവസം നമുക്ക് ആരംഭിക്കാൻ പോകുന്ന തിന്മയുടെ ശക്തികൾക്ക് വേണ്ടി അതിജീവിക്കാനുള്ള ആത്മാവിൻ്റെ ബലം സ്വരൂപിക്കലാണ് പ്രിയപ്പെട്ടവരെ. അതായിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥന. പിന്നീട് അടുത്ത വർഷം വരെ നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് വേണം. അങ്ങനെ 40 ദിവസങ്ങൾ ഉപവസിച്ച് ഈശോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടുമുട്ടിയത് പിശാചിനെ തന്നെയാണ്. അവൻ്റെ ആദ്യത്തെ പ്രലോഭനമാണ് അപ്പത്തിനുള്ള പ്രലോഭനം. ഈശോയ്ക്ക് വിശന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശപ്പിനെ പിശാച് തിരിച്ചറിഞ്ഞ് കല്ലിനെ അപ്പമാക്കാനുള്ള അത്ഭുതത്തിലേക്ക് അവനെ നടത്തുകയാണ്. ഇതാണ് ഈ നോമ്പ് കാലത്തുണ്ടാകുന്ന നമ്മുടെയും പ്രലോഭനം, അപ്പത്തിൻ്റെ, വിശപ്പിൻ്റെ പ്രലോഭനം. അതുകൊണ്ടാണ് തിരുസഭ നമുക്ക് ഈ നോമ്പ് കാലത്ത് ഈ മാംസവർജനങ്ങളും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭോജനങ്ങളെ, ഇഷ്ടമുള്ള ആഹാരങ്ങളുടെ വർജനങ്ങൾ നമ്മളോട് പറയാൻ കാരണം. ഇതൊരു തിന്മയാണ്. നമ്മളെ പിശാച് നയിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, മോഹങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മളെ അടിമപ്പെടുത്തുന്ന ഒരു തിന്മയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒരു തിന്മയെ നമ്മൾ കണ്ടെത്തണം. ഈ 50 ദിവസങ്ങൾ അപ്പത്തിന് വേണ്ടിയുള്ള പ്രലോഭനം നമുക്കുണ്ടാകും. നമുക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കാണുമ്പോൾ കഴിക്കാനുള്ള തോന്നൽ, മദ്യം കുടിക്കാനുള്ള തോന്നൽ, പുക വലിക്കാനുള്ള തോന്നൽ, നമുക്കിഷ്ടമുള്ള ആഹാരങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ആഗ്രഹം, ഒരു വിശപ്പിൻ്റെ ആഗ്രഹമുണ്ട്. അതിനെ ഒന്ന് മാറ്റി നിർത്തി ഒരു ആത്മാവിൽ ബലം പ്രാപിക്കാൻ വേണ്ടിയിട്ട് തിരുസഭ മാതാവ് നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഭക്ഷണ വസ്തുവിൻ്റെ അടിമയാകാതിരിക്കും. അടിമത്തം നമ്മളെ നശിപ്പിച്ചോളെ അല്ലേ? ഇപ്പോൾ ഒരു നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മീനിൻ്റെയും ഒരു ഇറച്ചി മാംസത്തിൻ്റെയും അടിമയാകാതിരിക്കുക. അത് കഴിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, അത് അടിമത്തമാണ്. ആ അടിമത്തത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് ബലം പ്രാപിക്കണം. എനിക്കിത് വേണ്ട, നോ പറയാൻ, ആ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്താനുള്ള ആത്മാവിൻ്റെ ബലം നേടിയെടുക്കലാണ് ഈ ഒന്നാമത്തെ പ്രലോഭനത്തെ അതിജീവിക്കുക. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും, സ്വർഗത്തിൻ്റെ വചനം. വീണ്ടും അവന് പ്രലോഭനം ഉണ്ടായി. എന്താണ്? നീ ദേവാലയത്തിൻ്റെ ഗോപുരത്തിന് താഴേക്ക് ചാടിക്കോ, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. അവൻ്റെ സാഹസികതയെ അല്ലേ, ഞാൻ വലിയവനാണ്, നീ വലിയവനല്ലേ, നീ ദൈവദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നല്ലേ, നീ എന്തും ചെയ്തോ. അതൊരു പരീക്ഷണമാണ്. നമ്മളിങ്ങനെ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട് നമ്മുടെ ചില സ്വാർത്ഥതകൾ കൊണ്ടും മോഹങ്ങൾ കൊണ്ട്, ഇഷ്ടങ്ങൾ. ഞാനെങ്ങനെ ചെയ്താൽ എൻ്റെ കുഴപ്പം, ഞാനിങ്ങനെ ചെയ്ത്, ആ ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ആത്മാവിൻ്റെ നോമ്പ് നമുക്ക് ആവശ്യമാണ്. നമ്മുടേതെന്ന് പറഞ്ഞ് ചില സ്വാർത്ഥതകൾ നമ്മൾ പ്രകടമാക്കുന്ന, നമ്മുടെ കഴിവുകളെ
നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയും അല്ലേ? എന്താണ്, ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നീ താഴേക്ക് ചാടിക്കോ, എല്ലാവരും കണ്ട് കൈയടിക്കുന്ന ഒരു വലിയ വലിയ കാര്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ദൂതന്മാരെ അയച്ച് കാത്തുകൊള്ളാം. നീ പരീക്ഷിച്ച് നോക്ക്, നീ നിന്റെ ദൈവത്തെ പരീക്ഷിച്ച് നോക്ക്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ കഴിവുകളിൽ അമിതമായിട്ട് നമ്മൾ ഭ്രമിക്കുന്ന ഒരവസ്ഥ അതുണ്ടെങ്കിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പനായതുകൊണ്ടാണ് ഈ വീട്ടിലെല്ലാം നടക്കുന്നത്, ഞാൻ അമ്മയായതുകൊണ്ടാണ് ഞാൻ പറയുന്ന പോലെയൊക്കെ നടക്കണം, ഞാനൊരു പുരോഹിതനായതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ഇവിടെ നടക്കണം, ഞാൻ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ഇവിടെ നടക്കണം. ഒരു കഴിവിലുള്ള അമിതമായ മോഹങ്ങൾ, എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ചില മോഹങ്ങളുണ്ടല്ലോ, അതൊരു പാപമാണ്. ആ പാപത്തെ നമുക്കൊന്ന് അതിജീവിക്കാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ഈശോ പറയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മൂന്നാമത് അവനുണ്ടായ പരീക്ഷണം ഇതാണ്, നീ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കും, അപ്പോൾ നീ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരും. അത് ആത്മീയതയുടെ ഒരു തിന്മയാണ്. ആത്മീയതയുടെ ആരാധിക്കുമ്പോൾ നിനക്ക് എല്ലാം തരും. ഒരു ആത്മീയതയുടെ ഒരു അപകടം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ആത്മീയത എപ്പോഴും അങ്ങനെയാണല്ലോ, ആരാധിച്ചാൽ എന്ത് കിട്ടും, ഞാൻ ഈ കൂടോത്രം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഞാൻ ആ വിശ്വാസത്തിലേക്ക് പോയാൽ എന്ത് കിട്ടും, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ധ്യാനിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും. ഈ ഒരു ആത്മീയതയുടെ അപകടം, അത് പാപമാണ്, അത് പിശാചിൻ്റെ പ്രലോഭനമാണ്. നീ ഇന്നത് ചെയ്തോ, നിനക്ക് ഞാൻ ഇന്നത് തരാം. ഇതാണ് നമ്മുടെ ചിന്ത. നീ ഇന്നത് ചെയ്തോ, ഇന്നത് തരാം. ഇതേ പ്രലോഭനം ഈശോയുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് കാൽവരി കയറാൻ നേരത്തും ഉണ്ടായ ആദ്യത്തെ പ്രലോഭനതാ, കർത്താവേ, പിതാവേ, അപ്പാ, ഈ ഒരു പാനപാത്രം എന്ന് മാറ്റിത്താ. പെട്ടെന്ന് അവൻ പ്രാർത്ഥന തിരുത്തി. കാരണം എന്താണ്, ഇത് മാനുഷിക പ്രലോഭനമാണ് തിരിച്ചറിഞ്ഞു. അവൻ പ്രാർത്ഥിക്കുന്നതിനെല്ലാം കിട്ടലാണ് ആത്മീയതയെങ്കിൽ പ്രിയപ്പെട്ടവർ, അന്നങ്ങനെ മരണമൊന്നും ഉണ്ടാവില്ലെന്ന്. നമ്മൾക്കൊക്കെ പ്രാർത്ഥിച്ച് മരണത്തെ മാറ്റിക്കൂടെ? പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് മരണം മാറുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം നേടിയെടുക്കുന്നതിൻ്റെ പേരല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി കിട്ടുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ പ്രലോഭനത്തിൻ്റെ ചിന്തകളെ ഇന്ന് വചനം ഓർമ്മപ്പെടുത്തുക. ഒന്ന്, ഭക്ഷണത്തെക്കുറിച്ച്, നമ്മുടെ ആഹാരം, വിശപ്പിനെ കുറിച്ച്. രണ്ട്, നമ്മുടെ അധികാരങ്ങൾ, കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. മൂന്ന്, ആത്മാവിലുള്ള നമ്മുടെ അഹങ്കാരമുണ്ട്. ആത്മീയത നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികളുണ്ട്. ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിന് വേണ്ടി എനിക്കെന്ത് കിട്ടുമെന്നോർത്ത്. ഇപ്പം തന്നെ നമ്മൾ നോമ്പെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്, ആത്മാവിലെ കരുത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. ആത്മാവ് കുറച്ചുകൂടെ വിശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. മാനുഷിക ബുദ്ധി കൊണ്ട് ജീവിച്ച് നേടാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് ആത്മാവ് നമുക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള കൃപ നൽകുമെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ ഈ നോമ്പുകാലം അനുഗ്രഹമായി തീരുക. അപ്പോഴാണ് അതുകൊണ്ട് ഇവനെൻ്റെ പ്രിയപുത്രനാണെന്നുള്ള വാചകത്തെ ഒരിക്കൽ പോലും ഈശോയ്ക്ക് മാറ്റി എഴുതേണ്ടി വന്നില്ല. കാൽവരിയുടെ കുരിശിൽ മരിക്കുന്നത് വരെ ഇവനെൻ്റെ പ്രിയപുത്രനാണെന്നുള്ള ആ ലേബൽ ഒരിക്കൽ പോലും ഈശോയ്ക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ്, എല്ലാ പ്രലോഭനത്തെയും അവൻ ആത്മാവിൽ ധൈര്യം സംഭവിച്ച്, ആത്മാവിൽ നല്ല ബോധ്യങ്ങൾ സംഭരിച്ചുകൊണ്ട്, അവൻ അതിനെ അതിജീവിച്ചുകൊണ്ട്, അവൻ്റെ ഉള്ളിൽ തളം കെട്ടി നിന്ന ആ സ്വർഗത്തിൻ്റെ സ്വരത്തിന് വേണ്ടിയിട്ട് അവൻ ജീവിച്ചു തീർത്തു എന്നുള്ളത്. നമ്മളോ വിശുദ്ധ മാമോദീസയിലൂടെ നമ്മളൊക്കെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായതാണ്. പക്ഷേ നമ്മുടെ ലോക സാഹചര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളിലും മോഹങ്ങളിലൊക്കെ നമ്മൾ വീണു പോകുന്നു. ഈശോയുടെ വീണു പോകുന്നില്ല, നമ്മൾ വീണു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെയുള്ള ചില പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമുക്ക് കാണിച്ചു തരിക. വീണു പോയാൽ സാരമില്ല, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പല വഴികളുണ്ട്. നല്ലൊരു കുമ്പസാരം നടത്തുക, എന്നിട്ട് ഈ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കുമ്പസാരം അത് നമ്മുടെ ആത്മാവിൽ കുറച്ചുകൂടെയൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്ന ആ ഒരു കൃപയൊക്കെ തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റിയിട്ട് ഈശോയുടെ കൃപ സ്വന്തമാക്കി ആത്മാവിൽ ബലം പ്രാപിക്കാനുള്ള കുദാശയാണല്ലോ. ഈ കുദാശയെ സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒടുവിലായിട്ട് ഈശോ പിശാചിനോട് പറയാ, സാത്താനെ നീ ദൂരെ പോ. എങ്ങനെയാണ് ഇവൻ ഈ സാത്താനെ മാറ്റിയത്? 3 പ്രലോഭനത്തിൻ്റെ നടുവിലും ഈശോ ഉപയോഗിച്ചത് വചനമാണ്. വേറെ ഒന്നും ഈശോ ഉപയോഗിച്ചില്ല. മോനെ ഇത് പറ്റില്ലെന്നും അവൻ തർക്കിക്കാനൊന്നും പോയില്ല. മറിച്ച് ഈ സാത്താൻ എന്തിൻ്റെ പ്രലോഭനം കൊടുത്തോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈശോ വചനം ഉപയോഗിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട്. നീ ദൈവത്തെ മാത്രമേ ആരാധിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നീ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാം വചനമാണ് ഉപയോഗിച്ചത്. അവൻ വചനം എടുത്തു വെച്ചിട്ട് പിശാചിനോട് പറയാം, മോനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ പോ. ഈ 3ാമത് തവണയും വചനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവനെ വിട്ടുപോയി എന്നാണ് പറയാം. അവൻ ദൂരെ പോയി.
ഇവൻ്റെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ല, അവൻ ദൂരെ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൂതന്മാർ അവനെ സഹായിച്ചു എന്ന് പറഞ്ഞു. ദൂതന്മാർ വന്ന് ആ ഈശോയെ സഹായിച്ചു, അവൻ്റെ വിശപ്പടക്കാൻ, അവൻ്റെ ഉപവസിച്ച അവൻ്റെ ജീവിതത്തിൻ്റെ തളർന്നുപോയ അവസ്ഥയിൽ ധൈര്യപ്പെടുത്താനായിട്ട് ദൂതന്മാരെ വന്നു എന്ന് പറയാം. എനിക്ക് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ട വചനത്തിൻ്റെ അഭിഷേകമാണ്. നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ വചനം എടുത്ത് വെച്ച് വായിക്കണം. നമുക്കൊരു തിന്മയുടെ ശക്തി വരുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കതിനെ മാറ്റാൻ പറ്റും. ഒരു ഭക്ഷണത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ വചനം എടുത്ത് വെച്ച് വായിക്കണം. അപ്പോൾ നമുക്ക് ആ പ്രലോഭനത്തെ മാറ്റി നിർത്താൻ പറ്റും. നമുക്ക് അധികാരമോഹങ്ങളും കഴിവുകളെക്കുറിച്ചുള്ള അമിതമായ മോഹങ്ങളും സ്വാർത്ഥതകളും നമ്മളെ ഭരിക്കുമ്പോൾ, നമ്മുടെ നാവ് നിയന്ത്രിക്കാൻ പറ്റാത്തപ്പോൾ, നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാത്തപ്പോൾ, നമ്മുടെ കേൾവികൾ നിയന്ത്രിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ വചനം എടുത്ത് വെച്ച് വായിക്കണം. നമ്മുടെ ആത്മീയത നമുക്ക് അഹങ്കാരം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു അഹങ്കാരം, ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാം എനിക്ക് കിട്ടുമെന്നുള്ളൊരു അഹങ്കാരം നമുക്കുണ്ടായിട്ട് നമ്മൾ വചനം എടുത്ത് വെച്ച് വായിക്കണം. അതൊരു തിന്മയാണ് പ്രിയപ്പെട്ടവർ. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് ജീവിക്കാനുള്ള പുണ്യദിനങ്ങളാണ് വരുന്ന ദിവസങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നല്ല കുദാശകരമായി ജീവിക്കുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും, ഭൗതികമായ നോമ്പിനേക്കാൾ അപ്പുറത്ത് അത് വേണം, അതിനപ്പുറത്ത് എൻ്റെ ആത്മാവിലുള്ള ഒരു വിശുദ്ധീകരണത്തിൻ്റെ നോമ്പാകട്ടെ. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും കാഴ്ചയിലും ഒക്കെ അങ്ങനെ ആകട്ടെ. അപ്പോൾ ഒടുവിൽ 50-ാം ദിവസം ഈ പിശാച് നമ്മളെ പരീക്ഷിക്കാൻ ആരംഭിക്കുമ്പോൾ, പോടാ എന്ന് പറഞ്ഞ് ഈശോയെ പോലെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോടാ എന്ന് പറഞ്ഞ ധൈര്യത്തിൻ്റെ ഈശോയുടെ മകനും മകളുമായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമുക്ക് വഴികാട്ടിയാകട്ടെ. കുദാശകൾ, വിശുദ്ധ കുംഭസാരവും കുർബാനയൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ കരുത്തേകട്ടെ. അങ്ങനെ നല്ല നന്മയുള്ള, വിശുദ്ധിയുള്ള, കൃപയുള്ള, നല്ല തൻ്റെ ഇടത്തിൻ്റെ ആത്മാവിനെ രൂപപ്പെടുത്തുവാൻ ഈശോ ഈ നോമ്പ് കാലത്ത് നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.